ആൻസറിൽ നിന്ന് വളരെ ഈസി ആയിട്ട് തേങ്ങയൊന്നും ചേർക്കാതെ ചെറുപയർ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഈ ചെറുപയർ കറി ഉണ്ടാക്കിയെടുക്കുന്നത് രാവിലെയാണ്. അപ്പോൾ തലേന്ന് രാത്രി തന്നെ 1 കപ്പ് ചെറുപയർ എടുത്ത് നന്നായി കഴുകി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം ഇന്ന് രാവിലെ അത് നന്നായിട്ട് ഒന്നുകൂടി കഴുകി ഇപ്പോൾ ഒരു കുക്കറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 6 മണിക്കൂർ മിനിമം ഒന്ന് കുതിർത്ത് വെക്കാൻ ശ്രദ്ധിക്കണം. അതിലേക്ക് ഒരു ചെറിയ ഉള്ളി ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി, ഒരു ഇഞ്ചിന്റെ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, പിന്നെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടാണുള്ളത്. അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി വേണ്ട എങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, ഓപ്ഷനിലാണ്, കാരണം നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ടല്ലോ. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ആദ്യം 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് വെള്ളം ചേർക്കണം. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില ചേർക്കാം, പക്ഷെ ഞാനിതിൽ ചേർക്കുന്നില്ല, കാരണം വിസിലിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്, നോർമൽ വെള്ളമായാലും കുഴപ്പമില്ല. ഇതിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 2 കപ്പ് വെള്ളം ഉണ്ടാവും ഇതില്. ഈ ചെറുപയർ മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ച് വിസിലൊക്കെ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇത് 2 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പൊ 2 വിസിലൊക്കെ വന്ന് കുക്കർ തുറന്നു നോക്കുകയാണ്. ചെറുപയർ പാകത്തിന് വെന്തിട്ടുണ്ട്, പക്ഷെ ഇതിൽ വെള്ളമില്ല. അധികം ഇളക്കാതെ തന്നെ നമുക്ക് വേഗം തന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ഒഴിച്ചു നോക്കുന്നുണ്ട്, എന്നിട്ട് കറക്റ്റ് ആയിട്ടില്ല. അപ്പോൾ ടോട്ടൽ ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. എന്നിട്ട് 3 മിനിറ്റ് നേരത്തേക്ക് ഇത് നന്നായിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം, മീഡിയം ഫ്ലെയിമിൽ തന്നെ. ഇപ്പൊ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗ ഒന്ന് മാറ്റി വെക്കാം. ഇനി കടുക് വറുത്തിടാനായിട്ട് വേറെ ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് കൂടിയിട്ട് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് 2 വറ്റൽമുളക് കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചെടുക്കാം. വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഇവിടെ ചെറുപയർ കറി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു സിമ്പിൾ ചെറുപയർ കറി ഞാനിവിടെ തേങ്ങയും തക്കാളിയും ഒന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കിയെടുത്തത്. നമുക്കിത് ചോറിന്റെ കൂടെയും കൂട്ടി കഴിക്കാം, പുട്ടിന്റെ കൂടെ കഴിക്കാം, ദോശയുണ്ടെങ്കിൽ അതിന്റെ കൂടെ കഴിക്കാം, പിന്നെ ചപ്പാത്തിയുടെ കൂടെ നല്ല രുചിയായിരിക്കും. അതുപോലെ അവിലൊക്കെ ഇട്ട് കുഴച്ച് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.